നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇറ്റലിയെ വലിച്ചു കീറി ഇതാ ഏർലിംഗ് ഹാലൻഡും സംഘവും വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു. എന്തൊരു കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പ് ക്വാളിഫയറിലെ 8 കളികൾ 8ഉം വിജയിച്ചു. 24 പോയിന്റ്, 37 ഗോളുകളാണ് അടിച്ചത്. തിരികെ വാങ്ങിയത് 5 ഗോളുകൾ മാത്രം. 32 +32 അവരുടെ ഗോൾ ഡിഫറൻസ്. പൊളിച്ചടുക്കി എന്ന് പറയണം. അതേസമയം ഇറ്റലി കളി 1-4 തോറ്റിരിക്കുകയാണ്. ഇതോടുകൂടി ഇറ്റലി ഗ്രൂപ്പ് ഐയിൽ 2ാം സ്ഥാനത്താണ്. 8 കളി 6 ജയം 2 തോൽവി 18 പോയിന്റ്. അപ്പോൾ ഇനി ഇറ്റലിക്ക് പ്ലേ ഓഫ് വഴി മാത്രമാണ് വേൾഡ് കപ്പിന് സാധ്യതയുള്ളൂ. കഴിഞ്ഞ 2 വേൾഡ് കപ്പിലേക്കുള്ള യാത്രയിലും പ്ലേ ഓഫിൽ അവർ വീണ് പോയിട്ടുണ്ട്. ഇത്തവണ എന്ത് സംഭവിക്കുമെന്നുള്ളതിനി കണ്ടറിയണം. പ്ലേ ഓഫ് എന്നതൊരു നൂൽപ്പാലമാണ്. ഒറ്റ കളി തോറ്റാൽ പോലും പുറത്തേക്ക് പോകുന്ന സ്ഥിതിയാണ്. ഏതായാലും ഇറ്റലി നോർവേ മത്സരം 4-1 നോർവേ വിജയിക്കുമ്പോൾ ഹാലൻഡ് ഗോൾ അടിക്കാതെ എന്ത് കളി! ഇരട്ട ഗോളുകളാണ് ഏർലിംഗ് ഹാലൻഡ് വക. പിന്നെ ന്യൂസയും ലാർസനും ഗോൾ അടിച്ചപ്പോൾ 4 ഗോളുകളാണ് ഇറ്റലിയുടെ വലയിലേക്ക് അടിച്ചിട്ടത്. എസ്പോസിറ്റോ ഒരു ആശ്വാസ ഗോൾ ഇറ്റലിക്കായി നേടി എന്ന് മാത്രം. മത്സരത്തിൽ ആദ്യം ഗോൾ അടിച്ചത് ഇറ്റലിയായിരുന്നു. 11ാമത്തെ മിനിറ്റിൽ എസ്പോസിറ്റോ അവർക്ക് ലീഡ് നേടിക്കൊടുത്തതാണ്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. പക്ഷേ 2ാം പകുതിയിൽ കളി മാറി. 63ാമത്തെ മിനിറ്റിൽ ന്യൂസയിലൂടെ നോർവേ ഒപ്പം പിടിച്ചു. തുടർന്ന് 78ാമത്തെ മിനിറ്റിലും 89ാമത്തെ മിനിറ്റിലായിട്ട് ടപ്പേ ഹാലൻഡിൻ്റെ 2 ഗോളുകൾ പിറക്കുന്നു. ഇറ്റലിയുടെ പ്രതീക്ഷകൾ അവിടെ അസ്തമിക്കുകയായിരുന്നു. പിന്നെ അവസാന നിമിഷം ലാർസന് കൂടി ഗോൾ അടിച്ചപ്പോൾ 1-4 വിജയിച്ച് 8 കളി 8ഉം വിജയിച്ച് പെർഫെക്റ്റ് റൺ നടത്തിക്കൊണ്ട് നോർവേ ഇതാ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.